ഈ കേരളത്തില് പുതുയുഗം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. അതിനുവേണ്ടിയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതുയുഗ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങ് വടക്ക് നിന്ന് തുടങ്ങി തെക്കോട്ടെടുത്തതാണ്, ഇങ്ങ് തെക്ക് എത്താറായി. പുതുയുഗം സൃഷ്ടിക്കുമോ അതോ പഴയ യുഗത്തിലൂടെ നമ്മൾ പോകുമോ എന്നുള്ളതാണ് ഇനിയിപ്പോ അറിയേണ്ടത്. വി ഡി സതീശന്റെ യാത്ര കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കും? ഒരു നേട്ടവും കേരളത്തിൽ ഉണ്ടാക്കാൻ ഒക്കുകയില്ല. കാരണം അവരുടെ കോൺഗ്രസിനകത്ത് തന്നെ അവർ പുതുയുഗം തുടങ്ങട്ടെ, അതാണ് നല്ലത്. അപ്പോൾ ഈ കരുണാകരൻ സാർ ഭരിച്ചു, AK ആന്റണി സാർ ഭരിച്ചു, ഉമ്മൻചാണ്ടി സാർ ഭരിച്ചു, ഇത്തരത്തിലുള്ള മഹാരഥന്മാർ ഭരിച്ചതെല്ലാം പഴയ യുഗത്തിലാണ്. ഇവർ ഭരിച്ചപ്പോഴൊക്കെ തിരുവനന്തപുരത്തെ പുതിയ യുഗമാക്കാൻ പറ്റുമല്ലോ. തിരുവനന്തപുരത്തെയോ കേരളത്തെയോ ഇന്നത്തെ രീതിയിൽ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നു. ചേട്ടൻ അങ്ങോളം യാത്ര ചെയ്യുന്നതാണ്, മാധ്യമരംഗത്തും അല്ലാതെ സുഹൃത്ത് ബന്ധങ്ങളും എഴുത്തും കാര്യങ്ങളിൽ. എന്ത് നേട്ടമാണ് കേരളത്തിൽ UDF ഗവൺമെന്റ് കൊണ്ടുണ്ടായിട്ടുള്ളത്? എനിക്ക് ഈ UDF വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അടുത്ത ഒരു 5 വർഷം വലിയ അലമ്പായിരിക്കും. അലമ്പല്ല, മലപ്പുറത്തുള്ള കാക്കമാരുടെ, നമ്മളെ ഒരു ആൾക്കാർ ആക്ഷേപിക്കുന്നതല്ല, തിരുവനന്തപുരം പോലുള്ള പട്ടണങ്ങളിൽ അവരുടെ നിറസാന്നിധ്യമായിരിക്കും. കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് നമുക്ക് അനുഭവങ്ങളുണ്ട്. UDF ഇരുന്ന സമയം ഒരു ഇവന്റ്, കല്യാണത്തിന്റെ ജാതകം കൂടെ നിശ്ചയിക്കാൻ ഒരു ഹോട്ടലുകളും കിട്ടൂല. മറ്റു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി ഒരു ഹോട്ടലൊന്നും ബുക്ക് ചെയ്യാൻ നോക്കൂല. മുസ്ലിം ലീഗിന്റെയും മതസംഘടനകളുടെയും നമ്മുടെ മതരാഷ്ട്രവാദികളുടെയും കേന്ദ്രമായി മാറും തലസ്ഥാനം. ഭരണം UDF, നേട്ടം കൊണ്ടുപോണത് മതരാഷ്ട്രവാദികൾ. അതിന് ചുക്കാൻ പിടിക്കുന്നത് പാണക്കാട് എന്ന് പറയുന്ന കുടുംബത്തിന്റെ പേരിലെ മുസ്ലിം ലീഗ്. അല്ലാതെ കേരളത്തിലെ ജനതയ്ക്ക് ഒരു നേട്ടം ഉണ്ടാവില്ല. കുഞ്ഞാലിക്കുട്ടിക്ക് നേട്ടമുണ്ടാകും, അബ്ദുൾ റബിന് നേട്ടമുണ്ടാകും, മുസ്ലിം ലീഗിന് നേട്ടമുണ്ടാകും, കോൺഗ്രസിന്റെ കുറെ നേതാക്കൾക്ക് പുതിയ യുഗങ്ങൾ സൃഷ്ടിക്കും. അത് വാസ്തവമാണ്. അദ്ദേഹത്തിന്റെ യാത്ര കാഞ്ഞങ്ങാട് മുതൽ തിരുവനന്തപുരം വരെ വരുന്ന പുതിയ യുഗമെന്ന് പറയുമ്പോൾ വി ഡി സതീശന്റെ പുതിയ യുഗത്തിലേക്കുള്ള ഒരു പുതിയ ഗ്രൂപ്പ് നേതാക്കളെ സൃഷ്ടിക്കുന്നു. അതല്ലേ നമ്മുടെ മലപ്പുറത്ത് ഒരു സ്വീകരണ യോഗത്തിൽ കോഴിക്കോട് ഷാഫി പറമ്പിൽ പ്രസംഗിക്കാമെന്നപ്പം മൈക്ക് പിടിച്ച് മാറ്റിയിട്ട് ഷാഫി പറമ്പിൽ പ്രസംഗിക്കണ്ടെന്ന് നമുക്കൊരു സുഹൃത്തുണ്ട്, പേരൊന്നും പറയുന്നില്ല, കൂടെ യാത്രയിലൊക്കെ ഉണ്ട്. അപ്പൊ ആരൊക്കെയാണ് പ്രസംഗിക്കുന്നുള്ളത്? സതീശൻ വണ്ടിയിരുന്ന് AC വണ്ടിയിരുന്ന് കാണുകയാണ്. ഒരു ജനകീയ നേതാവ് വരുന്നത് AC കാറിലൊക്കെ. എന്നിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത നേതാക്കളൊന്നും മൈക്കിൽ കൂടി പ്രസംഗിക്കണ്ട. ആ ഒരു സംഭവമാണ് അവിടെ നടന്നത്. പിന്നെ സതീശന്റെ രാഷ്ട്രീയ പൊള്ളത്തരമാണ്. അവർ ഗ്രീൻ MLA-മാരെന്നും പറഞ്ഞിട്ട് ഒരു 5-6 പേരുണ്ടായിരുന്നു. NV ബൽറാം, സതീശൻ, നമ്മുടെ തൃശ്ശൂർ VT ബൽറാം, നമ്മുടെ അദ്ദേഹം ഉണ്ടല്ലോ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ തോറ്റ അദ്ദേഹം, പേര് എളുപ്പം വരുന്നില്ല, പ്രതാപൻ, TN പ്രതാപൻ തുടങ്ങിയവര് നേതാക്കളുണ്ട്. അവര് മുസ്ലിന്റെ ആ പച്ചക്കൊടി വെച്ചുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ ഇവിടുത്തെ ഹരിത MLA-മാരോ ഒന്നുമല്ല. അവരൊരു മതത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഈ സതീശൻ ഇത്തരം മതനേതാക്കൾ വരുന്ന വഴിക്ക് എത്ര മതനേതാക്കളെ വീടുകൾ കയറുന്നു. പാണക്കാട് തങ്ങള്, അതുപോലെ കാന്തപുരം തങ്ങള്, അതുപോലെ സമസ്ത, സുന്നി, ജമാഅത്ത് ഇസ്ലാമി, STP, PDP തുടങ്ങിയവരെ ഗൃഹസമ്പർക്കങ്ങൾ നടത്തുന്നു, അവരെ വിരുന്നുകൾ കൊണ്ടുവന്നു. അതിപ്പോ പറഞ്ഞപ്പം പുള്ളി പറയുന്നത് എന്താ, നൊയമ്പ് കാലമായോണ്ട് കയറണേ, അല്ലാത്തപ്പോ ഇദ്ദേഹം പോയിക്കൊണ്ടിരുന്നപ്പോ കയറാത്തത്. അപ്പൊ ഇത്തരത്തിൽ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നു, അവരുടെ യോഗങ്ങളിൽ പോകുന്നു. അത്ര ഒരു മതേതര കോൺസെപ്റ്റ് ഉള്ള ഒരു നേതാവ് കോൺഗ്രസ് ആണ്. തിരുനാവ പോയിലുള്ള ഹൈന്ദവരുടെ സമ്മേളനം നടന്നപ്പം ഇദ്ദേഹം ഒന്ന് തൊഴാനെങ്കിലും അവിടെ പോകാത്തെന്താ? കപട മതേതരവാദിയല്ലേ? അതെ അതെ, ശരിക്കും കപട മതേതരവാദിയായിട്ടുള്ള കോൺഗ്രസ്സുകാരനാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിന് എല്ലാം പ്രവർത്തിച്ച് ഇവിടെ വരുമ്പോൾ ഇവിടത്തെ കസേരയിൽ KC ഹൈക്കമാൻഡ് പ്രതിനിധിയായിട്ട് വന്ന് മുഖ്യമന്ത്രിയാവും. അപ്പൊ ഇതിനകത്ത് ചില കോൺഗ്രസ് പറയുന്നത് KCക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്. KCയുടെ ആളാണല്ലോ. അപ്പൊ സമയമാകുമ്പം വി ഡി സതീശനെ ഇഷ്ടമല്ല. കേന്ദ്രത്തിന്റെ ഹൈക്കമാൻഡ് പ്രതിനിധിയാകട്ടെ. അറിയാമല്ലോ AK ആന്റണി പറഞ്ഞ ഒരു കാര്യം, ഭൂരിപക്ഷ ഞങ്ങളുടെ വികാരവും കൂടി ന്യൂനപക്ഷ മതങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ആന്റണിയുടെ മന്ത്രിസഭ മുസ്ലിം ലീഗ്
പിൻവലിച്ച് മുട്ടി വീഴുന്നത്? ഓർമ്മയില്ലേ? അതെ. എ കെ ആന്റണി പറഞ്ഞത് ഭൂരിപക്ഷ മതവിഭാഗത്തിന്റെ ഹിന്ദുക്കളുടെ മതവികാരവും കൂടി ന്യൂനപക്ഷ മതവിഭാഗം ഭരിക്കുന്നവർ ഉൾക്കൊണ്ടുകൊണ്ട് ഭരണത്തിൽ പോണം. പറയാൻ കാര്യം എന്താ? പച്ച സർക്കാർ, പച്ച സ്കൂളിലെ ബോർഡുകള്, സ്കൂളിലെ ടീച്ചർമാരെല്ലാം അറബ് ഭരിക്കുമ്പോൾ പച്ച സാരി, കുട്ടികളെല്ലാം പച്ച പാവാടയും പച്ച ബ്ലൗസും, ഭാരതത്തിന്റെ കാശ്മീരില്ലാത്ത മാപ്പ് ET മുഹമ്മദ് ബഷീർ കുട്ടികൾക്ക് പഠിക്കുവാൻ കൊടുത്തു. ഇങ്ങനെ മതരാഷ്ട്രവാദികൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഈ പോക്ക് പോകുകയാണ് എങ്കിൽ കേരളം വളരെ ഡേഞ്ചറിലേക്കാണ്. ഭരണകർത്താക്കൾക്ക് ഓർമ്മിച്ചു, ഭൂരിപക്ഷ മതത്തിന്റെ വികാരവും കൂടി ഭരണകർത്താക്കൾ ശ്രവിക്കണം. പിന്നെ ഒരു വാക്കുകൂടി പറഞ്ഞു, അന്ന് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ വാജ്പേയി ഗവൺമെന്റ് ആയിരുന്നു. പല പദ്ധതികളും കേരളത്തിന് വേണ്ടി രാജഗോപാല് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേന്ദ്രമന്ത്രിമാരെ കാണുവാൻ പോകുമായിരുന്നു. ആന്റണിയും കൂട്ടും. അങ്ങനെയാണ് റെയിൽവേയുടെ വികസനങ്ങൾ നടന്നത്. പനമ്പള്ളി ഗോവിന്ദമേനോൻ ചെയ്തതിനേക്കാളും ഏറ്റവും വികസനം ചെയ്തത് പനമ്പള്ളി സാറാണ്. അത് കഴിഞ്ഞ് കൂടുതൽ വികസനം ചെയ്തിട്ടുള്ളത് O രാജഗോപാലാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, കേരളത്തിന്റെ കേന്ദ്ര അംബാസഡറാണ് O രാജഗോപാൽ എന്ന് ശ്രീമാൻ ആന്റണി പറഞ്ഞു. പാണക്കാട് വിളിച്ച് ആന്റണി ശാസിച്ചു. ഒരു BJP ഹൈന്ദവ സർക്കാർ, വാജ്പേയി സർക്കാരിന്റെ പ്രതിനിധിയെ ഇത്രയും പ്രശംസിക്കേണ്ട കാര്യമെന്തോന്ന് ബഹുമാനപ്പെട്ട ആന്റണിയെ ശാസിച്ചവരാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതരാഷ്ട്രവാദികൾ. ചേട്ടാ ഒന്ന് ആലോചിക്കണം. പല കോൺഗ്രസ് നേതാക്കളും പറയുന്ന മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ്, BJP വർഗീയ പാർട്ടിയാണ്. BJPയുടെ ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് പേര്. മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഒരു മതത്തിന്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷനിൽ പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്തിനും എതിരല്ലേ? എന്താ കോൺഗ്രസ്സുകാർ അത് മറച്ചു വയ്ക്കുന്നു? അതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും വികസനം നടക്കണമെങ്കിൽ, അതുകൊണ്ടാണ് ജനങ്ങൾക്കറിയാം കോൺഗ്രസ് തമ്മിലടി. കോൺഗ്രസിന്റെ തന്നെ ആൾക്കാർ പറയുന്നു മൂന്നാമതും പിണറായിയെ വരുവുള്ളൂ. BJP പ്രധാനമായിട്ട് കുറെ MLA കരസ്ഥമാക്കും. BJP നമ്മളൊരു സംഘപരിവാർ പ്രവർത്തകനായതുകൊണ്ട് ഞാൻ പറയുന്നു, BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റേ കേരളത്തിൽ വരുവുള്ളൂ. 18 പേരെ MLA BJPക്ക് കിട്ടും. ആരിവിടെ ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് BJP ആയിരിക്കും. കേരളത്തിന്റെ ഈ മതരാഷ്ട്രവാദത്തിൽ നിന്ന് ഒരു ഡെവലപ്മെന്റ് കേരളത്തിലേക്ക് വരണമെങ്കിൽ മാറാത്തത് മാറും. അതുകൊണ്ടാണ് കുറെ കാലം കൊണ്ടുള്ള MLA-മാരും നേതാക്കളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു BJPയിലേക്ക്. രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞത് ചുമ്മയൊന്നുമല്ല. അദ്ദേഹം ആലോചിച്ച് കണ്ടെടുത്ത, ഇവർ പറയും ടെക്നോ കറക്റ്റാണ്, മലയാളം അറിഞ്ഞുകൂടാ, വിവരമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കമ്പനി സീറയിൽ നിന്ന് 100% വളർത്തുവാൻ കഴിയുമെങ്കിൽ സീറയിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി 100%ലേക്ക് എത്തിക്കേണ്ട ഒരു ടെക്നോക്രാറ്റ് മാത്രമല്ല, IT വിദഗ്ധൻ മാത്രമല്ല, പൊളിറ്റിക്കൽ രാഷ്ട്രീയ വിദഗ്ധൻ കൂടിയാണ് ചന്ദ്രശേഖർ. അതുകൊണ്ടാണ് അദ്ദേഹം ആ ക്യാപ്ഷൻ കൊടുത്തത്, മാറാത്തത് മാറും. കോൺഗ്രസ് CPIയിലെ MLA, പഴയ MLA ഇപ്പൊ മാറി വന്നു. CPM-ന്റെ MLA രാജേന്ദ്രൻ മാറാത്തത് മാറി വന്നു. കോൺഗ്രസിന്റെ പഴയ MLA നമ്മുടെ കൊട്ടാരക്കരയുള്ള ലേഡി മാറാത്തത് മാറി വന്നു. പലരും മാറി വരുന്നു. മുസ്ലിം ലീഗിന്റെ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, മാറാൻ പോകുന്നു. കേരള കോൺഗ്രസിന്റെ ആൾക്കാർ മാറാത്തത് മാറിക്കൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, മോഡിജി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുരുദേവന്റെ ആ ഉദ്ഘാടന വേദിയിൽ അടുത്തിരിക്കുവാൻ VS കസേരയിട്ടപ്പോൾ വരാത്തൊരു കേരളമാണ്. ഇന്നോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ലോക നേതാവായി വളർന്നിരിക്കുന്നു നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയെ പുച്ഛിച്ചവർ ഇന്ന് അദ്ദേഹത്തിന്റെ വേദി പങ്കിടുവാൻ തയ്യാറായിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. അതുകൊണ്ട് ഈ കേരളത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദേശത്ത് പോക്ക്, കേരളം എന്ന് പറയുന്നത് വയസ്സായവരുടെ ഒരു സ്റ്റേറ്റായി കരണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഡെവലപ്മെന്റ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ നാഷണൽ പാതകൾ കണ്ടാൽ പല സോഷ്യൽ മീഡിയകളിലും വരുന്ന ട്രോളുകളുണ്ട്. എന്തൊരു റോഡുകളാണ്! ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ റോഡ് വികസനം നടക്കുന്നത് ഭാരതത്തിൽ നിന്ന് ടൈംസിന്റെ ലേഖനം എഴുതിയിട്ടുണ്ട്. മെനഞ്ഞാന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനം വന്നിട്ടുണ്ട്, കേരളത്തിലെ പദ്ധതികൾ കൂടുതലും തുരങ്കം വയ്ക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന്. അതുകൊണ്ടാണ് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ കേന്ദ്രത്തിൽ BJP ഉള്ളപ്പോൾ കേരളത്തിലും BJP ഉണ്ടായാൽ, ഇല്ല എങ്കിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി പുറത്തുനിന്ന് പിന്തുണ കൊടുത്താൽ ആകുന്ന അത്ര സാമ്പത്തിക സഹായം കേരളത്തിന് കിട്ടും. കേരളത്തിന്റെ ആ ഒരു വികസനം, യുവാക്കളുടെ വിദേശത്ത് പോക്ക് നിർത്തി
സ്വദേശത്ത് ജോലി ചെയ്യാം, അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യും. ഇന്ന് കോൺഗ്രസിന് വേണ്ടി നല്ല രീതിയിൽ പണിയെടുക്കുന്ന മനോരമ പോലുള്ള പത്രങ്ങളേ ഉള്ളൂ. വീക്ഷണം പോലും അത് ചെയ്യുന്നില്ല. മനോരമയിൽ എന്ന് നോക്കിയാലും കോൺഗ്രസിന്റെ സതീശനെ കുറിച്ച് പുകഴ്ത്തലേ ഉള്ളൂ. സതീശന്റെ പഴയകാല കാര്യങ്ങളെക്കുറിച്ച് ആ പത്രം എഴുതുവാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ കേരളത്തിന്റെ വി ഡി സതീശന്റെ പുതിയ യാത്ര, കേരളത്തിലെ യാത്രയിൽ ഒരു ചലനവും കേരളത്തിന്റെ നന്മയ്ക്ക് ചെയ്യുവാൻ അവർക്ക് കഴിയുകയില്ല. അഥവാ UDF ഗവൺമെന്റ് ആണ് വരണമെന്ന് വച്ചോ, കേന്ദ്രത്തിൽ ആരാ? കേന്ദ്രത്തിലെ NDA ഗവൺമെന്റാ. ഇവർക്കെങ്ങനെ ഫണ്ട് കൊടുക്കുവാൻ പറ്റും? ഫെഡറൽ സംവിധാനത്തിലെ ഫണ്ട് കാര്യങ്ങളൊക്കെ ഇവർ പറയും. പക്ഷെ ഇവർ കൊടുക്കുന്ന ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുമെന്ന് കേന്ദ്രത്തിനെന്തോ ഉറപ്പാണ്. ഇപ്പോൾ തന്നെ ഓഡിറ്റ് ആൻഡ് കൺട്രോൾ ജനറൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ പദ്ധതികൾ കൊടുത്തിട്ടുള്ള ഫണ്ടുകൾ കൂടുതലും തുക ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന് കേരള ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടില്ല. എത്ര കിട്ടി, എത്ര ചെലവായി, എത്ര മിച്ചമുണ്ട്, ഇനി എത്ര കൊടുക്കാനുണ്ട്, ഇതെല്ലാം എന്തോ ഒരു തോന്നിയവാസം പോലെയാണ് കേരളത്തിന്റെ ഭരണകർത്താക്കൾ ശ്രമിക്കുന്നത്. എന്ത് പറഞ്ഞാലും കേന്ദ്രത്തെ വിമർശിക്കുന്നു. പക്ഷെ അതേസമയം BJP പിന്തുണ കൊടുക്കുന്ന ഒരു സർക്കാരാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നൂലാമാലകളും ഫെഡറൽ സംവിധാനത്തിലും ലെറ്റർ കറസ്പോണ്ടൻസിനും ഒരു ഇതും വരികയില്ല. നല്ല രീതിയിലുള്ള വികസനം വരും. അതിന്റെ ഒരു തുടർച്ചയാണ് തിരുവനന്തപുരം നഗരസഭ ജനത BJPക്ക് കൊടുത്തിട്ടുള്ളത്.